ശിവമാതയ്യ. 62 വയസ്സിനടുത്ത് പ്രായമുണ്ട് അയാൾക്ക്. ഈ പ്രായത്തിലും അധ്വാനിക്കാൻ ഒരു മടിയും അയാൾക്കില്ല. ബന്ദിപ്പൂർ വനത്തിനരികിലുള്ള ഗ്രാമത്തിലാണ് അയാളും അയാളുടെ കൊച്ചു കുടുംബവും താമസിച്ചത്. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു അയാളുടെ പ്രധാന ഉപജീവന മാർഗം. അയാളുടെ മാത്രമെന്നല്ല, ആ ഗ്രാമത്തിലെ എല്ലാവരുടെയും ഉപജീവന മാർഗം അത് തന്നെയാണ്. ആ കൊച്ചു കുടുംബത്തെ അയാൾ മുന്നിലേക്ക് കൊണ്ടുപോയത് തങ്ങളുടെ കന്നുകാലികളെ വനത്തിലും പുൽമേടിലുമെല്ലാം മേയ്ക്കുവാൻ കൊണ്ടുപോയി തന്നെയാണ്. പലപ്പോഴും തൻ്റെ മകനായ മധുസൂദനനും അദ്ദേഹത്തിനൊപ്പം വനത്തിലേക്കും പുൽമേടുകളിലേക്കുമെല്ലാം കന്നുകാലികളെ മേയ്ക്കുവാനും കൃഷിയിടത്തിൽ സഹായിക്കുവാനുമെല്ലാം എത്തിയിരുന്നു. പതിയെ പതിയെ സമയം മുന്നിലേക്ക് പോയി. അയാൾക്ക് പ്രായം ഇപ്പോൾ 60 കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും തൻ്റെ മകന് അടുത്തുള്ള വനത്തിലെ ഫോറസ്റ്റ് ഗാർഡായി ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞു. ശിവമാതയ്യ വളരെ സന്തോഷത്തിലുമായി. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെങ്കിലും തൻ്റെ ജോലി ഉപേക്ഷിക്കുവാൻ ശിവമാതയ്യ തയ്യാറായില്ല. തൻ്റെ മകൻ പല നാളുകളായി തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇനിയും നിങ്ങളിങ്ങനെ വനത്തിലേക്ക് പോയി കഷ്ടപ്പെടണ്ട, എനിക്കിപ്പോൾ നല്ല ജോലിയുണ്ടല്ലോ. അച്ഛനെയും അമ്മയെയും നല്ലപോലെ നോക്കാനുള്ള സാഹചര്യവും ചുറ്റുപാടും ഇപ്പോൾ നമുക്കുണ്ട്. ഇനിയും എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? ആർക്കു വേണ്ടിയാണ്? മകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഇത് തന്നെയായിരുന്നു അയാളോട് ചോദിച്ചത്. അവരോടെല്ലാം അപ്പോഴും അദ്ദേഹത്തിന് പറയുവാൻ ഒരു മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അന്തസ്സായി അധ്വാനിച്ച് തൻ്റെ വേർപ്പിൽ നിന്നും ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് വേണം മുന്നിലേക്ക് തൻ്റെ ജീവിതം കൊണ്ടുപോകാനെന്ന്. ഇതായിരുന്നു അയാളുടെ തീരുമാനം. എന്നാൽ ഭാര്യയുടെയും മകന്റെയും നിരന്തരമായ അഭ്യർത്ഥനയിൽ ശിവമാതയ്യയുടെ മനസ്സ് മാറി. ഇപ്പോഴുള്ള കന്നുകാലി കൂട്ടങ്ങളെ വിറ്റൊഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് പുതുതിനെ വാങ്ങിക്കില്ല എന്ന ഉറപ്പ് അവർക്ക് നൽകി. അങ്ങനെ മാസങ്ങൾ മുന്നിലേക്ക് പോയി. ഒരു ദിവസം കാലത്തെ മകൻ ഫോറസ്റ്റ് ഓഫീസിലേക്കും അയാൾ പതിവ് പോലെ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി അടുത്തുള്ള വനത്തിലേക്കും പോയി. വൈകുന്നേരമായിട്ടും വനത്തിലേക്ക് കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോയ ശിവമാതയ്യ തിരികെ എത്തിയില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ അയാളെ അന്വേഷിച്ച് ആളുകൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല. നേരം പുലരുന്നതുവരെ കാത്തിരുന്നു. അപ്പോഴേക്കും മധുസൂദനനും ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. അയാളോടും ഈ വിവരം പറഞ്ഞു. അവിടെ എത്തിയ നാട്ടുകാരോടും ബന്ധുക്കളോടും മധുസൂദനൻ പറഞ്ഞു, വനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പിതാവിനോട് പറഞ്ഞതാണ്, കുറച്ചു ദിവസത്തേക്ക് വനത്തിലേക്ക് പോകരുതെന്ന്. നമ്മുടെ ഗ്രാമാതിർത്തിയിൽ ഒരു കടുവയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇത് അച്ഛനും അറിയാം. എന്നാൽ ഇതുവരെയും ആ കടുവ ഒരു നരഭോജി ആയിട്ടില്ല. എന്നാൽ ഇനിയും ആയി കൂടാവുന്നുമില്ല. ഈ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിനും അറിയാവുന്നതാണ്. പിന്നെയും എന്തിനാണ് ഇത്രയും സാഹസികമായി കന്നുകാലികളെ മേയിച്ചുകൊണ്ട് ആ വനത്തിലേക്ക് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. മധുസൂദനന് സങ്കടം സഹിക്കുവാൻ കഴിഞ്ഞില്ല. അയാളും നാട്ടുകാരും ചേർന്ന് തൻ്റെ പിതാവിനെ തിരക്കി വനത്തിലേക്ക് കയറി. ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന വഴിയിലും വനത്തിലേക്ക് കയറുന്ന വഴിയിലുമെല്ലാം കന്നുകാലികളുടെ കുളമ്പിൻ്റെ പാടുകൾ കാണാമായിരുന്നു. ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് ആ വലിയ സംഘം ശിവമാതയെ തിരക്കി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. 2-3 മൈലുകൾ വനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ തന്നെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ അവർക്ക് കാണുവാൻ സാധിച്ചു. ഉറക്കെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ മകനും അയാളുടെ പേര് ഉറക്കെ വിളിച്ചു, ശിവമാതയ്യ എന്ന്. എന്നാൽ മറുപടി മാത്രം അവിടെ ഉയർന്നു കേട്ടില്ല. ചുറ്റുപാടും ആളുകൾ തിരക്കി. കന്നുകാലികളുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് വീണ്ടും കുറേ ദൂരം കൂടി വനത്തിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും തിരച്ചിൽ വ്യാപകമാക്കി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനൊടുവിൽ അവർ ഒരു കാഴ്ച കണ്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, ചത്തുകിടക്കുന്ന ഒരു കന്നുകാലിയുടെ ശരീരമായിരുന്നു. അതിനടുത്ത് പോയി അവർ പരിശോധിച്ചു. കടുവയുടെ ആക്രമണത്തിന് കീഴ്പ്പെട്ട ചത്ത കന്നുകാലിയാണെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ മധുസൂദനനും നാട്ടുകാർക്കും മനസ്സിലായി. വ്യക്തമായ അടയാളങ്ങളും കടുവയുടെ കാലടയാളങ്ങളും കൃത്യമായി അവിടെ കാണാനും സാധിച്ചു. അവിടെ മുഴുവൻ രക്തം ചീറ്റിക്കിടക്കുന്നു. ചുറ്റുപാടും വീണ്ടും ആളുകൾ തിരച്ചിൽ തുടങ്ങി. കന്നുകാലിയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി 200 അല്ലെങ്കിൽ 250 അടി അകലത്തിൽ വലിയൊരു ആൽമരത്തിൻ്റെ താഴെ പാതി ആഹരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ശരീരം കിടക്കുന്നത് അവർ കണ്ടു. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ശിവമാതയ്യയുടെ ശരീരമാണെന്ന് അവർക്ക് മനസ്സിലായി. മനസ്സിനെ പാകപ്പെടുത്തി മധുസൂദനൻ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു. കൂടെ നാട്ടുകാരും. തുടയും വയറുഭാഗവുമെല്ലാം ആ കടുവ ആഹരിച്ചിരിക്കുന്നു. വാരിയെല്ലുകളും നെഞ്ചും കൂടും അവൻ തകർത്തു. മുഖത്ത് നീളമേറിയ പാടുകൾ കാണാം.
അവൻ്റെ നഖം ആഴത്തിൽ മുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. കണ്ണുകളിൽ ഒന്ന് പൊട്ടി പുറത്തേക്ക് ചാടിയിരിക്കുന്നു. ഇറുക്കി പിടിച്ചിരിക്കുന്ന കയ്യിൽ വസ്ത്രത്തിൻ്റെ കീറിയ തുണ്ടുകളും കാണാം. പ്രാണവേദനയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും കീറിയെടുത്ത തുണിക്കഷ്ണമായിരിക്കാം അതെന്ന നിഗമനത്തിൽ നാട്ടുകാർ എത്തിച്ചേർന്നു. അതിക്രൂരമായ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു ആ ശരീരം അവിടെ കണ്ടത്. മധുസൂദനൻ മനസ്സിനെ പാകപ്പെടുത്തി. ചുറ്റുപാടും നിരീക്ഷിച്ചു. ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഉത്തരവാദിത്തം അയാൾ നിറവേറ്റി. അതിലുപരി തൻ്റെ പിതാവിനോടുള്ള സ്നേഹവും. ശരീരം എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് പോയി. മധുസൂദനൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി അവിടെ പരക്കപ്പെട്ട കഥ ഇതാണ്. കന്നുകാലികളെ മേയിച്ചുകൊണ്ട് പോയ സമയമായിരിക്കാം ആ കടുവ അവിടേക്ക് എത്തിയത്. ശിവമാതയ്യയുടെ മുന്നിൽ വെച്ച് തൻ്റെ പൈക്കളിൽ ഒന്നിനെ ആ കടുവ ആക്രമിച്ചിരിക്കാം. പശുവിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടുകൊണ്ടായിരിക്കാം ശിവമാതയ്യ അതിൻ്റെ അരികിലേക്ക് ചെന്നത്. കന്നുകാലികളെ പിടിച്ചിരിക്കുന്ന കടുവയെ ഓടിക്കുവാൻ വേണ്ടി അയാൾ എന്തെങ്കിലും ചെയ്തു കാണണം. തൻ്റെ കയ്യിലിരുന്ന പുളിവാറ് കൊണ്ട് കടുവയെ അടിച്ചിരിക്കാം. അല്ലെങ്കിൽ അവിടെ കടന്ന് എന്തെങ്കിലും എടുത്ത് ആ കടുവയുടെ നേരെ എറിഞ്ഞിരിക്കാം. ഒരു പക്ഷേ അതിൽ കോപിഷ്ഠനായ കടുവ ശിവമാതയ്യയുടെ നേരെ തിരിഞ്ഞിരിക്കാം. അയാൾക്ക് നേരെ ചാടി വീഴുകയും അയാളെ കടിച്ചു കൊന്നുകൊണ്ട് അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് പോയിരിക്കാം. സഹായത്തിന് വേണ്ടി ഉറക്കെ നിലവിളിച്ചിരിക്കാം. എന്നാൽ അയാളുടെ നിലവിളികളൊന്നും ഗ്രാമത്തിലോ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചെവിയിലോ എത്തിയിരിക്കില്ല. നല്ലൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? അയാളുടെ മകൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞതാണ് വനത്തിലേക്ക് പോയുള്ള കന്നുകാലിയെ മേയ്ക്കൽ വേണ്ട എന്ന്. അയാൾ ഒന്നും കേട്ടിരുന്നില്ല. അവസാനം അയാളുടെ കഥ ഇങ്ങനെയുമായി. ആവുന്ന കാലത്തും കാണുന്ന കാലത്തുമെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ അയാളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. സുഖമെന്തെന്ന് അയാൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. മരിക്കുമ്പോഴും കഷ്ടപ്പെട്ട് തന്നെയാണ്, വേദനിച്ച് തന്നെയാണ് അയാൾ മരിച്ചതും. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് സിത്താരി നരഭൂജി കടുവയുടെ കഥയാണ്. അതിനെ കൊന്ന ആനമല തമ്പിയുടെ വേട്ടക്കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മധുസൂദനൻ ആ കടുവയെ കൊല്ലുവാൻ തന്നെയായിരുന്നു വരുന്നത്. തൻ്റെ അച്ഛൻ്റെ മരണത്തിനുള്ള പ്രതികാരം വീട്ടുവാൻ തന്നെ. എന്നാൽ അയാൾ ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. തൻ്റെ ഉന്നത അധികാരികൾ പറയുന്നത് മാത്രം കേൾക്കുവാനേ അയാൾക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരെയെല്ലാം കാണുകയും ആ കടുവയുടെ ശല്യത്തെപ്പറ്റി അവരെ പറഞ്ഞു ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതൊരാളെ മാത്രമല്ലേ പിടികൂടിയിട്ടുള്ളൂ. അത് ആ കടുവ തന്നെയാണെന്ന് എന്താണെന്ന് ഉറപ്പ്? അങ്ങനെയൊക്കെ പലരും അയാളോട് ചോദിച്ചു. അയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും അത് അയാളുടെ മനസ്സിൽ കടിച്ചമർത്തി. അതിപ്പോൾ ആൾക്കാരുടെ മുന്നിൽ ഒരു കന്നുകാലി പിടികനായ കടുവയാണ്. ആ കടുവയാണ് അവരുടെ ഗ്രാമത്തിന്റെ സമീപത്ത് കറങ്ങി നടക്കുന്നത്. ശിവമാതയെ കൊന്നത് ആ കടുവയാണെന്നതിന് യാതൊരു തെളിവുകളുമില്ല. അതിനാൽ തന്നെ അവനെ ഒരു നരഭോജി കടുവയാക്കി മുദ്ര കുത്തുവാനോ അവനെ കൊല്ലുവാനോ ഉള്ള ഉത്തരവ് നേടിയെടുക്കുവാൻ മധുസൂദനന് കഴിഞ്ഞില്ല. ഒരു കാര്യം മാത്രം ഇപ്പോൾ അയാൾക്ക് ചെയ്യുവാനാകും. ഗ്രാമത്തിന്റെ സമീപത്ത് കെണികൾ ഒരുക്കി ആ കടുവയെ പിടിക്കുവാനും മറ്റെവിടേക്കെങ്കിലും തുറന്നു വിടുവാനും. അത് മാത്രമേ ഇപ്പോൾ അയാൾക്ക് സാധിക്കുകയുള്ളൂ. അതെങ്കിൽ അത് അവന്റെ ഭീഷണിയിൽ നിന്നും ആ ഗ്രാമത്തെ രക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുത്തു. ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല കൂടുകളും കെണികളും അയാൾ ഗ്രാമത്തിന്റെ അതിർത്തിയിലും വനത്തിലുമായി ഒരുക്കി. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഗ്രാമത്തിന്റെ അരികിലെ തുറന്ന സ്ഥലത്ത് നിന്നും മേഞ്ഞുകൊണ്ടിരുന്ന ഒരു കന്നുകാലിയെ ഗ്രാമത്തിലെ എല്ലാവരും സാക്ഷിയാക്കി ആ കടുവ പിടിച്ചുകൊണ്ടുപോയി. അവർക്ക് നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവിടുത്തെ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശിവമാതയ്യ കൊല്ലപ്പെട്ടത് ആ കടുവയെ ഉപദ്രവിച്ചത് കൊണ്ടാണെന്നാണ്. അതിനാൽ തന്നെ ആ കടുവയെ ശല്യം ചെയ്യുവാനും ആരും തുനിഞ്ഞില്ല. ഭയത്തോടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അനങ്ങാതെ ആ ഭീകര കാഴ്ചകൾ കണ്ടുകൊണ്ട് അവർ അവിടെ തന്നെ നിന്നു. അല്പസമയത്തിന് ശേഷം കടുവ പിടികൂടിയ പശുവിൻ്റെ അനക്കം പൂർണ്ണമായും നിലച്ചു. അതിനെ കടിച്ചെടുത്തുകൊണ്ട് തുറന്ന സ്ഥലത്തൂടെ വലിച്ചിഴച്ച് പുല്ലുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ സ്ഥലത്തുകൂടി വനത്തിലേക്ക് ആ കടുവ വലിച്ചിഴച്ചുകൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞതോടെ മധുസൂദനന്റെ സാന്നിധ്യത്തിൽ അവിടെ ആൾക്കൂട്ടം കൂടി. ആ കടുവയ്ക്ക് പിന്നാലെ പോകുവാൻ തീരുമാനമെടുത്തു. കമ്പുകളും കല്ലുകളും മൂർച്ചയേറിയ ആയുധങ്ങളുമായി അവർ വനം കയറി. കന്നുകാലിയെ വലിച്ചിഴച്ച പാതയും രക്തത്തിന്റെ ചാലും വ്യക്തമായി അവിടെ കാണാൻ സാധിച്ചു. കൃത്യമായി പറഞ്ഞാൽ വനം കയറി ഏകദേശം 500 മീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ കന്നുകാലിയുടെ ശരീരം അവർ കണ്ടെത്തി. അതിന്റെ പിൻഭാഗത്തു നിന്നും ഒരു തുണ്ട് മാംസം മാത്രമേ നഷ്ടപ്പെട്ടിരുന്നുള്ളൂ. കടിച്ചു കൊന്ന കന്നുകാലിയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് ആ കടുവ അപ്പോഴേക്കും വനം കയറിയിരുന്നു. ഒരുപക്ഷെ ആ കടുവയ്ക്ക് അപകടം മണത്ത് കാണണം. ഇനിയും എപ്പോഴെങ്കിലും ആളുകളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞ് രാത്രിയുടെ മറവിൽ മാത്രമേ അവൻ പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് ആ കടുവ നടന്ന് വരികയുള്ളൂ.
കടുവ ഇരയായി അവിടെ പിടിച്ചിട്ട ആ ശരീരം എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുവാൻ ആരും തയ്യാറായില്ല. അത് ആ കടുവയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ അവർ തീരുമാനിച്ചു. അതിനുശേഷം ആ കന്നുകാലിയുടെ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അവരത്രയും പേരും ഗ്രാമത്തിലേക്ക് നടന്നെടുത്തു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞതോടെ മധുസൂദനും 2 കൂട്ടുകാരും കൂടി കന്നുകാലിയുടെ ശരീരം കടന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നു. കടുവ രാത്രിയിൽ എപ്പോഴോ ആ ശരീരത്തിന്റെ അരികിലേക്ക് എത്തിയിരുന്നു. അതിന്റെ കൂടുതൽ ഭാഗം അവൻ ഭക്ഷിച്ചിരിക്കുന്നു. വീണ്ടും മിച്ചം വെച്ച ശരീരം അവിടെ കിടക്കുന്നു. ആ കടുവ എങ്ങോട്ടോ നടന്നകന്നുപോയി. പിറ്റേ ദിവസം കൂടി അങ്ങനെ മധുസൂദനൻ അവിടെ ആവർത്തിച്ചു. ആ ശരീരത്തിലെ കൂടുതൽ മാംസങ്ങൾ അവിടെ നിന്നും പോകുന്നതായി അയാൾ കണ്ടെത്തി. അതിനരികിൽ തന്നെ മറ്റൊരു കൂടും അയാൾ സെറ്റ് ചെയ്തു. എന്നാൽ പിറ്റേന്ന് തൊട്ട് ആ കടുവ ആ ശരീരത്തിന്റെ അരികിലേക്ക് വന്നിരുന്നില്ല. അങ്ങനെ 1-2 ദിവസം കൂടി മുന്നിലേക്ക് കടന്നു പോയപ്പോൾ മധുസൂദനൻ വീണ്ടും ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ അയാളെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു. ഉച്ച കഴിഞ്ഞ് നടന്ന സംഭവമായിരുന്നു. ഗ്രാമത്തിന്റെ വഴിയിൽ നിന്നും ആടും ഒരു കുട്ടിയും നിന്ന് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ആട് ഓടി വനത്തിലേക്ക് കയറി. അതിനെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ പിന്നാലെ കുട്ടിയും വനത്തിലേക്ക് ഓടി. കുട്ടിയും ആടും വനത്തിലേക്ക് ഓടുന്നത് കണ്ട് അവളുടെ അമ്മയുടെ സഹോദരിയും പുറകിലോടി. എന്നാൽ അവൾ വനത്തിലേക്ക് കാല് വെച്ചതും പിന്നെ അവിടെ ഉയർന്നു കേട്ടത് ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനമായിരുന്നു. ആ നടുക്കുന്ന കാഴ്ച കണ്ട് അവൾ ഞെട്ടി വിറച്ചു നിന്നു. ആടിന് പുറകെ വനത്തിലേക്ക് ഓടിപ്പോയ കുട്ടിയെ കടുവ പിടിച്ചിരിക്കുന്നു. അവളെ കടിച്ചു തൂക്കി കടുവ വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുട്ടിയുടെ അമ്മയുടെ സഹോദരി അവിടെ അങ്ങനെ നിന്നു. പിന്നീട് അവൾ ഗ്രാമത്തിലേക്ക് പോകുകയും ബാക്കിയുള്ളവരെ വിവരം അറിയിക്കുകയും ചെയ്തു. കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന ആളുകൾ കമ്പുകളും കല്ലുകളും എല്ലാം എടുത്തുകൊണ്ട് ആ കടുവ പോയ പാതയിലേക്ക് ഓടിക്കയറി. എന്നാൽ ആ കടുവ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ വലിയ വനത്തിലെ അടിക്കാടുകളും ഉണങ്ങിയ ഇലകളുടെയും സാന്നിധ്യം ആ കടുവയുടെ കാൽപ്പാട് മറച്ചു വെച്ചു. അവന്റെ ട്രാക്ക് പിന്തുടർന്ന് മുന്നിലേക്ക് പോകുവാൻ അവർക്ക് സാധിച്ചില്ല. പിന്നെ അവിടെ ഇവിടെയായി കിടന്ന രക്തത്തുള്ളികളെ പിൻപറ്റിയാണ് അവർ മുന്നിലേക്ക് പോയത്. എന്നാൽ കടുവയുടെ പാത കൃത്യമായി കണ്ടെത്താൻ അവർക്കാർക്കും സാധിച്ചില്ല. ഇത്തവണ ഒരു ദൃക്സാക്ഷിയുണ്ട്. ഇരയായ കുട്ടിയുടെ അമ്മയുടെ അനിയത്തി കൃത്യമായി തന്നെ ആ കടുവയെ കണ്ടിരിക്കുന്നു. അതെ, ഇത് ആ കടുവ തന്നെയാണ്. ഗ്രാമത്തിൽ ചുറ്റി നടന്ന കന്നുകാലി പിടിയനായ കടുവയാണ് ഇപ്പോൾ നരഭോജിയായ കടുവയായി മാറിയിരിക്കുന്നത്. പിറ്റേന്ന് കാലത്തെ തന്നെ ആ കുട്ടിയെ അന്വേഷിച്ച് വലിയൊരു സംഘം വനത്തിലേക്ക് പോകുകയും മധുസൂദനൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാണുവാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകുകയുമാണ് ചെയ്തത്. അങ്ങനെ അയാളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ കടുവ ഒരു നരഭോജിയാണെന്നും അവനിപ്പോൾ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടു പോയെന്നുമെല്ലാം അവിടെ പറഞ്ഞു ധരിപ്പിച്ചു. അങ്ങനെ ആ കടുവയെ കൊല്ലുവാനുള്ള ഉത്തരവിന് വേണ്ടി ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും അവരതിന് സമ്മതം മൂളുകയും ചെയ്തു. അതുകൂടാതെ ആ കുട്ടിയെ തിരക്കി ഒരു സംഘം ആളുകളും കൂടി അവനൊപ്പം ഗ്രാമത്തിലേക്കെത്തി. അവർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെ വനത്തിലേക്ക് തിരച്ചിൽ നടത്തി. കൃത്യമായി പറഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 2-3 ദിവസത്തോളം നീണ്ടു നിന്നു. എന്നിട്ടും ആ കുട്ടിയുടെ ശരീരം പോലും കണ്ടെത്തുവാൻ അവിടേക്ക് പോയ ആളുകൾക്ക് സാധിച്ചില്ല. ഒരു പക്ഷേ ആ കടുവ ആ കുട്ടിയെയും കടിച്ചെടുത്തുകൊണ്ട് മൈലുകളോളം സഞ്ചരിച്ചിരിക്കാം. അവിടെ എവിടെയെങ്കിലും കുറ്റിക്കാടുകൾക്കിടയിലോ അല്ലെങ്കിൽ അതിൻ്റെ മടകളിലോ വല്ലതും വെച്ച് അതിനെ ആഹരിച്ചിരിക്കാം. അതിനാലായിരിക്കാം ആ കുട്ടിയുടെ ശരീരം കണ്ടെത്താൻ ഇതുവരെയും അവർക്ക് കഴിയാതെ പോയത്. ഇതിനു മുന്നേയും നമ്മൾ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു. പുലികളും കടുവകളും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്ന ശരീരങ്ങൾ തേടി അവരുടെ ബന്ധുക്കളും ഉറ്റവരും വനത്തിലേക്ക് പോകുന്നതും അത് കണ്ടെത്താതെ തികഞ്ഞ നിരാശയോടെയും തകർന്ന മനസ്സോടെയും തിരികെ ഗ്രാമത്തിലേക്കും വരുന്നതിൻ്റെ എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. അതിലെ ഒരു കഥയായി ഇതും അവശേഷിച്ചു. സിത്താരി ഗ്രാമത്തിലെ ഭോപ്പ എന്ന എൻ്റെ ഒരു ട്രാക്കർ മുഖേനയാണ് ഈ കടുവയുടെ ശല്യത്തെപ്പറ്റി ഞാൻ അറിയുവാനിടയായത്. ഞാൻ അറിയുന്ന സമയമൊന്നും ഈ കടുവയെ അവിടുത്തെ നരഭോജിയാക്കി പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുവാനും അതിനെ കൊല്ലുവാനും പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏറെ കാത്തു നിൽക്കാതെ തന്നെ ആ കടുവയെ ഒരു നരഭോജി കടുവയാക്കി പ്രഖ്യാപിച്ചിരുന്നു. അതുമാത്രമല്ല, അതിനെ കൊല്ലുന്നവർക്ക് നല്ലൊരു പാരിതോഷിക തുകയും പ്രഖ്യാപിച്ചു. ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ മുതുമലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ കാരക്കുടി എന്ന സ്ഥലത്ത് നിന്നും സിതാരി വില്ലേജിലേക്ക് ഞാൻ പുറപ്പെടുകയായിരുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഞാൻ സിത്താരി വില്ലേജിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ അവിടേക്ക് വരുന്ന കാര്യമൊന്നും ബോപ്പയെ അറിയിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അന്നത്തെ ദിവസം ഞാൻ തങ്ങിയത് അതിഥി മന്ദിരത്തിലായിരുന്നു. സിത്താരി വില്ലേജിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ 3 മൈൽ അകലെയാണ് ഈ അതിഥി മന്ദിരം നിന്നിരുന്നത്, മറ്റൊരു ഗ്രാമത്തിൽ. ഞാൻ സിത്താരി വില്ലേജിൽ എത്തിയപ്പോൾ നേരം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. പിന്നീട് ഞാൻ ബോപ്പയെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്കോ ഗ്രാമത്തിനുള്ളിലേക്കോ പ്രവേശിക്കുവാൻ തയ്യാറായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും സഞ്ചരിച്ച്
3 മൈലുകൾക്കപ്പുറമുള്ള ഈ ഗ്രാമത്തിലും ഇവിടുത്തെ അതിഥി മന്ദിരത്തിലും എത്തുകയായിരുന്നു. അന്നത്തെ ദിവസം ഞാനും എൻ്റെ കാളവണ്ടിക്കാരനും അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് കാലത്ത് തന്നെ അവിടെ നിന്നും സിതാരി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ ഉദിച്ച് ഉയർന്നപ്പോൾ തന്നെ സിതാരി ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. എനിക്കൊപ്പം വന്ന കാളവണ്ടിക്കാരനെ ഞാൻ പറഞ്ഞയച്ചു. പിന്നെ ഗ്രാമത്തിനുള്ളിലൂടെ പ്രവേശിച്ച് ഭോപ്പായുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. അധികം വൈകാതെ തന്നെ ഭോപ്പായുടെ വീട്ടിലേക്ക് ഞാൻ എത്തി. വാതിക്കൽ മുട്ടി. ഭോപ്പ പതിയെ കതകു തുറന്നു പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നെ കണ്ടതും അയാൾ എന്നെ ആലിംഗനം ചെയ്തു. അവിടെ നടന്ന സംഭവങ്ങൾ അത്രയും അയാൾ എന്നോട് പറഞ്ഞു. ഞാനും ഭോപ്പയും ഏറെ സമയം വൈകാതെ തന്നെ ഗ്രാമവും ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കും ആ കടുവയെ അന്വേഷിച്ച് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്നും സ്വല്പം മാറി വലിയൊരു വാഴത്തോട്ടമുണ്ടായിരുന്നു. ആ വാഴത്തോട്ടത്തിൻ്റെ അരികിലായി ഒരു വീടും നിൽക്കുന്നത് കാണാം. ഞങ്ങൾ വാഴത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്നും തളർന്ന നിലയിലുള്ള ഒരു നിലവിളി ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ വീണ്ടും ചെവിയോർത്തു. ആ ശബ്ദം വീണ്ടും വീണ്ടും ഉയർന്നു കേട്ടു. എന്താണ് കാര്യമെന്ന് അറിയുവാൻ വേണ്ടി ഞാനും ഭോപ്പയും ആ വീടിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. വീടിൻ്റെ മുൻഭാഗം അടച്ചിരിക്കുകയാണ്. വീടിനുള്ളിൽ നിന്നും വീണ്ടും വീണ്ടും ആ ഒച്ച കേൾക്കാം. ഞങ്ങൾ ചുറ്റുപാടും നടന്നു നോക്കി. പിൻവാതിൽ തകർത്തിരിക്കുന്നു. പിൻവാതിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ച കണ്ടു. രക്തത്തിൻ്റെ രൂക്ഷമായ ഗന്ധം. ഒരു മുറിയുടെ വാതിൽ ശക്തമായി അടച്ചിരിക്കുന്നു. ആ വാതിലിൽ കടുവയുടെ കാലടയാളങ്ങൾ കൃത്യമായി കാണാം. വാതിലിൻ്റെ അടിയിലത്തെ വിടവിലൂടെ രക്തം ഒലിച്ചിറങ്ങി പുറത്തേക്ക് വന്നതും കാണാം. ഞങ്ങൾ പതിയെ വാതിലിൽ മുട്ടി തുറക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവ്യക്തമായ രീതിയിൽ വീണ്ടും അവിടെ നിന്നും നിലവിളികളും പൊട്ടിക്കരച്ചിലുകളും ഉയർന്നു കേട്ടു. പിന്നെ അധികം താമസിച്ചില്ല. ബോപ്പയും ഞാനും കൂടി ആ വാതിൽ ചവിട്ടി തുറന്നു അകത്തേക്ക് പ്രവേശിച്ചു. കണ്ട കാഴ്ച പറയുന്നതിനും അത്രയും ക്രൂരമായിരുന്നു. ഒരു സ്ത്രീ നിലത്ത് മരിച്ച നിലയിൽ കിടക്കുന്നു. അവരുടെ പിൻഭാഗം മുഴുവനും കടുവ മാന്തി പാറിച്ചിരിക്കുന്നു. അതിൽ നിന്നും രക്തം നിലത്തേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ അരികിലായി ഒരു മൂലയ്ക്ക് ഒരാൾ ഇരിക്കുന്നു. അയാളുടെ മുഖത്തു നിന്നും ചോര വാർന്ന് ഒഴുകുകയാണ്. അയാൾ വേദനയാൽ നിലവിളിക്കുന്നു. അയാൾ പിച്ചും പെയും പറയുന്നു. ധാരാളം രക്തം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അയാൾ തളർന്നതുപോലെ അവിടെ ഇരിക്കുന്നു. ഓപ്പയും ഞാനും കൂടി അയാളെ അവിടെ നിന്ന് ഉയർത്തി. അയാൾക്ക് നടക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ മുറിയുടെ പുറത്തേക്ക് എത്തിച്ചപ്പോൾ തന്നെ അയാളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി താഴേക്ക് വീണു. അയാളുടെ ജീവനും അതിനോടൊപ്പം ഒലിഞ്ഞു പോയിരുന്നു. അയാളെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. തലേന്ന് രാത്രിയിൽ ആ രാക്ഷസൻ ഇവിടേക്ക് കയറി കാണണം. ഇവരെ ആക്രമിച്ചിരിക്കാം. തൻ്റെ ഭാര്യയെ തൻ്റെ മുന്നിലിട്ട് ആ കടുവ കടിച്ചു കീറി. തടയാൻ ചെന്ന തന്നെയും അത് ആക്രമിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ ആ മുറിയിൽ നിന്നും ആ കടുവയെ പുറത്തെത്തിച്ച് അവർ ശക്തമായി വാതിലടച്ചു. ആ കടുവ വീണ്ടും വീണ്ടും ആ വാതിൽ തകർക്കുവാൻ പല ശ്രമങ്ങളും നടത്തി. എന്നാൽ അതിൽ പരാജയപ്പെട്ടത് കൊണ്ടായിരിക്കാം ആ കടുവ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഗ്രാമത്തിൽ നിന്നും ഒരുപാട് അകലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഗ്രാമത്തിൽ എത്തിയിട്ടില്ല. ഗ്രാമത്തിലെ ആരും ഈ നിലവിളികളൊന്നും കേട്ടിരുന്നതുമില്ല. ഞങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇവർ ഇരുവരും ഇവിടെ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്ന കാര്യം പോലും അറിഞ്ഞത്. ബോപ്പ ഒട്ടും താമസിച്ചില്ല. ആ വീടിൻ്റെ മുന്നിലെ വാഴത്തോട്ടത്തിലൂടെ അയാൾ ഗ്രാമം ലക്ഷ്യമാക്കി കുതിച്ചോടി. അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് ഗ്രാമീണർ ഓടിയെത്തി. ഞാൻ വീടിന് പുറത്ത് അവരെ കാതു നിൽക്കുകയായിരുന്നു. അകത്തേക്ക് കയറുവാൻ സാധിക്കുന്നില്ല. രക്തത്തിൻ്റെ രൂക്ഷമായ ഗന്ധം എൻ്റെ നാസികകളെ പോലും അടച്ചു കഴിഞ്ഞിരുന്നു. ചുറ്റുപാടും പരിസരം ഞാൻ വീക്ഷിച്ചിരുന്നു. കടുവയുടെ കാലടയാളങ്ങൾ വ്യക്തമായി തന്നെ ആ മണ്ണിൽ നിന്നും കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. ഏകദേശം 11-12 പ്രായമുള്ള ഒരു കടുവയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ആളുകളെല്ലാം അവിടെ വന്ന ശേഷം ഞാനും ബോപ്പയും അവിടെ നിന്നും ഇറങ്ങി. അവിടെ നിന്നും 1/4 മൈൽ അകലമുള്ള വനം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. പിന്നെ ഏറെ താമസിക്കാതെ തന്നെ വനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ചുറ്റുപാടും നടന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ആടിന് പിറകെ പോയ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ ഭാഗവും ബോപ്പ എന്നെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ നടന്നു പോയത് നമ്മൾ ആദ്യം പറഞ്ഞ ശിവമാതയുടെ ശരീരം കിടന്ന ഭാഗത്തേക്കായിരുന്നു. അവിടെ എത്തുകയും ആ കാര്യങ്ങളെല്ലാം എനിക്ക് കാട്ടിത്തരികയും ചെയ്തു. പിന്നീട് അവിടെ നിന്നും ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. അപ്പോഴേക്കും മധുസൂദനൻ എന്നെ കാണുവാൻ വേണ്ടി ബോപ്പയുടെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. ഞാൻ മധുസൂദനനെ കണ്ടു. അയാൾ സ്വയമേ എന്നെ പരിചയപ്പെടുത്തി. ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാണെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അയാളിൽ നിന്നും മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ ആ കടുവ ഒരു കന്നുകാലി പിടിയനായിരുന്നു. പിന്നീട് എപ്പോഴോ അത് നരഭോജിയായി മാറുകയായിരുന്നു.
ആദ്യം കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനെയായിരുന്നു. അതിൻ്റെ പ്രതികാരം വീട്ടുവാൻ വേണ്ടി അയാൾ നടന്നുവെങ്കിലും അതൊന്നും സാധിച്ചില്ല. എങ്ങനെയെങ്കിലും ഈ കടുവയെ കൊന്നു തരണമെന്ന് അയാളും എന്നോട് അഭ്യർത്ഥിച്ചു. ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ അത്രയും പരിതാപകരമാണെന്നും ഇവിടുത്തെ ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കന്നുകാലി വളർത്തലിനെയാണെന്നും അയാൾ പറഞ്ഞു. ഇന്ന് നടന്ന സംഭവത്തെപ്പറ്റി അയാൾ അറിഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റിയും വിശദമായി തന്നെ ഞങ്ങൾ അയാളോട് പറഞ്ഞു. എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മധുസൂദനൻ അവിടെ ചെയ്തു തരാമെന്ന് എനിക്ക് വാക്ക് നൽകി. ബോപ്പയും വാക്ക് നൽകി. അങ്ങനെ ഞങ്ങൾ മൂവരും കൂടി ഒരു പദ്ധതി അവിടെ തയ്യാറാക്കി. ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലായി ഗ്രാമത്തിൻ്റെ പലയിടത്തായി കുറച്ച് ആടുകളെ കെട്ടിയിടുവാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. അതിനായി കുറച്ച് വെളുത്ത ആടുകളെയാണ് ഞങ്ങൾ അതിനുവേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നത്. ഗ്രാമത്തിൻ്റെ പല സ്ഥലങ്ങളിലായി ആടുകളെ ഞങ്ങൾ കെട്ടിയിട്ടു. അതിനുശേഷം ഞാൻ തിരികെ ഭോപ്പയുടെ വീട്ടിലേക്കും അന്നത്തെ ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. രാത്രിയിലത്തെ അത്താഴമെല്ലാം കഴിച്ച ശേഷം അവിടെ കിടന്ന് നല്ല പോലെ ഒന്നുറങ്ങി. പിറ്റേന്ന് കാലത്തെ തന്നെ മധുസൂദനൻ ഞങ്ങളുടെ കുടിലിന് മുന്നിൽ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവരും കൂടി ആടുകളെ കെട്ടിയിട്ട സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചു. ആടുകൾ അതുപോലെ തന്നെ നിന്ന് മേയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരാടിനെ മാത്രം കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെ അതിന് പിന്നിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കടുവയായിരുന്നില്ല. പുലിയുടെ കാലടയാളങ്ങളായിരുന്നു സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വിട്ടു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സംഭവ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച സമയത്ത് ഗ്രാമത്തിൻ്റെ വടക്കോട്ട് പോകുന്ന പാതയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങൾ ഒരാടിനെ കെട്ടിയിട്ടിരുന്നു. വനത്തിൻ്റെ ഉള്ളിലായി. അതിനെ കാണുവാനില്ല. അവിടെ ആകെ പരിശോധിച്ചപ്പോൾ കടുവയുടെ കാലടയാളങ്ങൾ കൃത്യമായി കാണാൻ സാധിച്ചു. ട്രാക്കുകൾ പിൻപറ്റി ഞാനും ബോപ്പയും ആ ഫോറസ്റ്റ് ഗാർഡും വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. രക്തത്തിൻ്റെ പാടുകളും ട്രാക്കുകളും വളരെ കൃത്യമായി തന്നെ കാണാനുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ സമീപത്ത് വെച്ച് ആടിൻ്റെ ശരീരം ഞങ്ങൾ കണ്ടെത്തി. അതിനെ ഭാഗികമായി തന്നെ ആഹരിച്ച രീതിയിലായിരുന്നു അവിടെ കിടന്നിരുന്നത്. എങ്കിലും അതിലെ മാംസങ്ങൾ കാണുവാനുണ്ടായിരുന്നു. തിരികെ ഇത് ആഹരിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുമെന്ന് ആ ഗാർഡ് എന്നോട് തറപ്പിച്ചു പറഞ്ഞു. അതിൻ്റെ കാരണസഹിതം എന്നെ അയാൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കാരണം ഇതിനു മുന്നേ കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നും അയാൾ അതിനെ വീക്ഷിച്ചതാണെന്നും പറഞ്ഞു. ഈ കടുവ ആ ഇരയിലേക്ക് തന്നെ മടങ്ങി വരുമെന്നും അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം മടങ്ങി വരിക എന്നും പറഞ്ഞു. ആടിൻ്റെ ശരീരം കിടക്കുന്ന ഭാഗത്തുനിന്ന് ചുറ്റുപാടും ഞങ്ങൾ നിരീക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരം മച്ചാൽ കെട്ടാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഞാനും ഭോപ്പയും ആ ഗാർഡും കൂടി ചേർന്ന് ആ മരത്തിൻ്റെ മുകളിൽ ഒരു മച്ചാൽ തീർത്തു. അന്നത്തെ രാത്രിയിൽ ഞാൻ ആ മച്ചാലിൽ ഇരിക്കാമെന്നും നിങ്ങൾ കാലത്തെ വന്നാൽ മതിയെന്നും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഗാർഡിനെയും ഭോപ്പയെയും തിരികെ ഗ്രാമത്തിലേക്ക് അയച്ചു. അന്നത്തെ ദിവസം ഞാൻ ആ മച്ചാണിൽ കഴിച്ചുകൂട്ടി. സന്ധ്യ ആയപ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് വീശുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വൈകുന്നേരം ഭോപ്പ അവിടെ എത്തിയിരുന്നു. എനിക്ക് വേണ്ട കാപ്പിയും മറ്റും നൽകിയിട്ടാണ് അയാൾ പോയത്. എൻ്റെ കൈവശം ഇപ്പോൾ ചൂടുള്ള കാപ്പിയും അതുപോലെ ബിസ്ക്കറ്റുമുണ്ട്. ഫ്ലാസ്കിൽ നിന്നും ഞാൻ ഒരു കപ്പ് കോഫി എടുത്തു. പതിയെ കുടിച്ചു. തണുപ്പിൽ കൈ ഉരസി. വലിയ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുവാൻ ഞാൻ ശ്രമിച്ചു. തോക്കിൻ്റെ സേഫ്റ്റി ക്യാപ്പ് ഞാൻ റിമൂവ് ചെയ്തു. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. നല്ല നിലാവുള്ളതിനാൽ പരിസര പ്രദേശം മുഴുവൻ അവ്യക്തമായി എനിക്ക് കാണുവാൻ സാധിക്കും. താഴെ മാറി ആ കടുവ പിടിച്ചിട്ട അവശിഷ്ടത്തിലേക്ക് ഞാൻ നോക്കി. അവിടെ മുഴുവൻ ഇരുട്ടാണ്. കൃത്യമായി ഒന്നും കാണുവാൻ കഴിയുന്നില്ല. ഞാൻ വീണ്ടും ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് തുടർന്നു. വനത്തിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങ് എവിടെ നിന്നോ ഒരു കേഴമാൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അവിടേക്ക് എൻ്റെ കാതുകൾ കൂർപ്പിച്ചു. വീണ്ടും ഞാൻ കാത്തിരിപ്പ് തുടർന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഞാനിരിക്കുന്ന ഭാഗത്തു നിന്നും ഒരു കടുവയുടെ പതുങ്ങിയ മുരൾച്ച കേട്ടു. ഞാൻ എൻ്റെ റൈഫിൽ എൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ചു. ചുറ്റുപാടും ആ കടുവയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞു. അവനെ എങ്ങും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. എൻ്റെ ചെവിയും കണ്ണുകളും ഞാൻ തുറന്നു പിടിച്ചു. ചുറ്റുപാടും ഞാൻ നോക്കി. ഞാനിരിക്കുന്ന മരത്തിൻ്റെ താഴെ അങ്ങ് നേരെ ഒരു കുറ്റിക്കാടിൽ നിന്നും ചെറിയൊരു അനക്കം എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഞാൻ എൻ്റെ തോക്ക് അവിടേക്ക് ചൂണ്ടി. അവിടെ നിന്നും കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 6-7 അടികൾ കൂടി വെച്ച് കഴിഞ്ഞാൽ ആ കടുവ പിടിച്ചിട്ട ആടിൻ്റെ അവശിഷ്ടത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരും. എൻ്റെ റൈഫിൽ ഞാൻ കൃത്യമായി അവിടേക്ക് ചൂണ്ടി നിന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ അരണ്ട വെളിച്ചത്തിൽ ആ കുറ്റിക്കാടിൻ്റെ മറവിൽ നിന്നും ഒരു ചാര നിറത്തിലുള്ള രൂപം നടന്ന് അവശിഷ്ടത്തിൻ്റെ അരികിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. അതെ, അവൻ ആ കടുവ തന്നെയാണ്. അതിലെ മാംസം അവൻ കടിച്ചു മുറിക്കുന്ന ശബ്ദവും എല്ലുകൾ ഒടിയുന്ന ശബ്ദവും കൃത്യമായി ഞാൻ കേട്ടു. ഞാൻ അവിടേക്ക് എൻ്റെ റൈഫിൽ ചൂണ്ടി. ആടിൻ്റെ ശരീരം കിടന്ന ഭാഗം ഏതോ ഒരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ കുറ്റിക്കാടിൻ്റെയോ നിഴലിനുള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇരിക്കുന്ന കടുവയെ കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും
ഞാൻ ശബ്ദം കേട്ട ദിക്കിലേക്ക്, അതായത് ശബ്ദം കേട്ട ആ വശത്തേക്ക് തന്നെ തോക്ക് ചൂണ്ടി കാഞ്ചി വലിച്ചു. കടുവയുടെ ഉഗ്രമായ ഗർജനവും ഒരു കുതിച്ചുചാട്ടവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഓടിക്കേറിയത് അടുത്തുണ്ടായിരുന്ന നമ്മൾ മുന്നേ പറഞ്ഞ ആ കുറ്റിക്കാടിനുള്ളിലേക്കാണ്. അത് കിടന്ന് വല്ലാതെ ഇളകുന്നു. അവൻ്റെ ഗർജനം തുടരെ തുടരെ ആ കുറ്റിക്കാടിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. ഞാൻ വീണ്ടും അവിടേക്ക് റൈഫിൾ ചൂണ്ടി നിറയൊഴിച്ചു. അവൻ വീണ്ടും ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ദൂരേക്ക് ഓടിപ്പോകുന്നത് എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. എൻ്റെ 2 തിരകളും അവൻ്റെ ശരീരത്തിൽ വന്ന് തറച്ചു എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ അതെവിടെയൊക്കെയാണ് കൊണ്ടതെന്നും മാത്രം അറിയില്ല. നേരം പുലരുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞ് ഞാൻ പതിയെ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി ചുറ്റുപാടും പരിശോധിച്ചു. ആടിൻ്റെ ശരീരം കിടന്നിരിക്കുന്ന ഭാഗത്തു നിന്നും രക്തത്തുള്ളികൾ ആ കുറ്റിക്കാടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അവിടെയും ഞാൻ പരിശോധിച്ചു. ഇലകൾക്കിടയിലും താഴെയുമെല്ലാം രക്തത്തുള്ളികൾ കിടക്കുന്നു. അത് ദൂരേക്ക് പോയിരിക്കുന്നു. അത് പോയ ഭാഗത്തെ ഇലകളിലും ചെടികളിലുമെല്ലാം രക്തത്തുള്ളി പറ്റിയിരിക്കുന്നു. കുറച്ചു ദൂരം ആ ട്രാക്കുകൾ പിന്തുടർന്ന് ഞാൻ മുന്നിലേക്ക് പോയി. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും ആ രക്തത്തുള്ളികളും അപ്രത്യക്ഷമായി. പിന്നീട് ആ കടുവ എവിടേക്കാണ് പോയിരിക്കുക എന്ന് കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ തികച്ചും നിരാശനായി തന്നെയാണ് തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു തുടങ്ങിയത്. വഴിക്ക് വെച്ച് തന്നെ ഭോപ്പയെയും ആ ഫോറസ്റ്റ് ഗാർഡിനെയും ഞാൻ കണ്ടു. അവരോടും കാര്യം പറഞ്ഞു. പിന്നെ അവർക്കൊപ്പം വീണ്ടും സംഭവം നടന്ന സ്ഥലത്തേക്കും അവിടെ നിന്നും ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് ആ കടുവയ്ക്ക് പിന്നാലെയും പോയി. കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിപ്പാടുകൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഫോറസ്റ്റ് ഗാർഡ് എന്നോട് പറഞ്ഞു, ഇനിയും ഒരുപക്ഷെ എവിടെയെങ്കിലും ആ കടുവ ചത്ത് വീണിരിക്കും. നമുക്കൊന്നുകൂടി ഒന്ന് തിരയാം. അതിനുശേഷം നമുക്ക് തിരികെ ഗ്രാമത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, മുറിവേറ്റ കടുവയാണ്, മുറിവേറ്റ മൃഗമാണ്. അവൻ്റെ ശൗര്യവും അവൻ്റെ ക്രുദ്ധതയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. സൂക്ഷിച്ചു വേണം ഇനിയും മുന്നിലേക്ക് നടക്കുവാൻ, ഞാൻ അവരോട് പറഞ്ഞു. അവരിരുവരും എന്നെ ഒന്ന് നോക്കി തലകുലുക്കി. ഞങ്ങൾ മൂവരും മുന്നിലേക്ക് നടന്നു. ഞാൻ അവസാനമായി എത്തിച്ചേർന്ന ആ അവസാനത്തെ രക്തത്തുള്ളി കണ്ട ഭാഗത്തേക്കും എത്തിച്ചേർന്നു. ഇവിടം വരെയാണ് ഞാൻ രാവിലെ ആ കടുവയെ ട്രാക്ക് ചെയ്തത്. ഞാൻ അവരോട് 3 പേരോടും പറഞ്ഞു. ഫോറസ്റ്റ് ഗാർഡ് അവിടെ ഒന്ന് പരിശോധിച്ചു, ചുറ്റുപാടും ഒന്ന് നോക്കി. ഇനിയും എവിടേക്കാണ് ആ കടുവ പോകുവാൻ സാധ്യതയുള്ളത്? ചുറ്റുപാടും നമുക്ക് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാം. പരിസര പ്രദേശം ഒന്നുകൂടി ഒന്ന് അരിച്ചു പെറുക്കിയപ്പോൾ ഗോപ്പ മറ്റൊരു രക്തപ്പാടുകൾ കണ്ടെത്തി. അതിനെ പിൻപറ്റി വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. അങ്ങനെ ഞാൻ മുന്നേ ഇരുന്ന മരത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി പറഞ്ഞാൽ 1.5 മൈലോളം ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആ കടുവയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ താഴെ ഞങ്ങൾ കുറച്ച് പുല്ലുകൾ താഴ്ന്നു കിടക്കുന്ന കണ്ടു. ഞങ്ങൾ അവിടേക്ക് ഓടിച്ചെന്ന് നോക്കി. അതെ, ആ കടുവ അവിടെ കടന്നിരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ പ്രകടമാണ്. അവിടെ രക്തവും തളം കെട്ടിക്കിടക്കുന്നതും കാണുവാൻ സാധിച്ചു. പിന്നീട് ആ കടുവ എങ്ങോട്ടാണ് പോയതെന്നും കൃത്യമായി ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് പോയി. 1/2 മൈലോളം സഞ്ചരിച്ച് കാണും. വീണ്ടും ഞങ്ങൾ ആ കടുവ കിടന്ന മറ്റൊരു ഭാഗം കൂടി കണ്ടെത്തി. ഇവിടെയും പരിശോധിച്ചപ്പോൾ ധാരാളം രക്തം ആ കടുവയുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി. അതോടെ ഞാനൊരു നിഗമനത്തിലെത്തി. എൻ്റെ ഷോട്ടുകൾ കൃത്യമായി തന്നെ അവൻ്റെ ശരീരത്ത് തുളച്ചു കയറിയിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം നഷ്ടമായിരിക്കുന്നു. ഇനിയും കുറച്ചുകൂടി മുന്നിലേക്ക് അവനെ തേടി പോകുകയാണെങ്കിൽ അവൻ്റെ ശരീരം കണ്ടെത്താൻ സാധിക്കും. ആ ഉറച്ച വിശ്വാസത്തിൽ വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി 400 അടി അകലത്തിൽ ഒരു കടുവ വീണ് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്നാൽ അവൻ മരിച്ചു കിടക്കുകയാണോ എന്ന് ഉറപ്പ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ അല്പസമയം അവിടെ ഇരുന്ന് ആ കടുവയെ നിരീക്ഷിച്ചു. അവൻ്റെ ശരീരത്തിൽ ജീവൻ്റെ തുടുപ്പ് അവശേഷിക്കുന്നു. ഞാൻ റൈഫിൾ എൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ചു. കൃത്യമായി അവൻ്റെ തലയിലേക്ക് നോക്കി ഞാൻ ഷോട്ട് പായിച്ചു. ഒന്നലറുവാനോ ഗർജിക്കുവാനോ പോലും കാത്തു നിൽക്കാതെ ആ കടുവ തൻ്റെ ജീവൻ വെടിഞ്ഞ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. ചത്തുകിടക്കുന്ന കടുവയുടെ അരികിലേക്ക് ഞങ്ങൾ മൂവരും നടന്നു ചെന്നു. ആ കടുവയെ ഒന്ന് പരിശോധിച്ചു. രാത്രിയിൽ ഞാൻ വെച്ച ഷോട്ടിൽ ഒന്ന് തുളച്ചു കയറിയത് അവൻ്റെ കഴുത്തിൻ്റെ പിന്നിലായിരുന്നു, മറ്റേത് അവൻ്റെ തോളിലും. കഴുത്തിൽ തുളച്ചു കയറിയ തിരയാണ് അവൻ്റെ ജീവൻ കവരുവാൻ ഞങ്ങളെ ഏറെ സഹായിച്ചത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.